SIP ആയിട്ട് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അതെയോ ഡിപ്പിൽ ബൈ ചെയ്യുന്നതാണോ ഏറ്റവും അനുയോജ്യം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നോർമലായിട്ട് റെഗുലർ SIP ചെയ്യുന്നവരായിരിക്കും കൂടുതലായിട്ടും. പക്ഷെ കുറെ പേര് ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഏതാണ് ശരിയായ രീതി, എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ PDF മനസ്സിലാക്കും, അതിനുശേഷം ലൈവായിട്ട് ചാർട്ടിൽ പോയി നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ആദ്യമേ തന്നെ SIP നമുക്കറിയാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. അവിടെ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ് വരുന്നത്. നമ്മൾ പതിയെ പതിയെ ഓരോ മന്ത്ലിയിലും ഓരോ കുറച്ച് യൂണിറ്റ് വാങ്ങി മുമ്പോട്ട് പോകുന്നു. അപ്പം മാർക്കറ്റ് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് യൂണിറ്റ് ആണ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റ് വിലക്കുറവിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഫിക്സഡ് ആയിട്ട് 5000 രൂപയൊക്കെ ആയിരിക്കും മന്ത്ലി SIP ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഇവിടെ 5000 എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നമ്മുടെ ബൈ ദ ഡിപ്പ്. അപ്പൊ ചിലവർ വെയിറ്റ് ചെയ്യും 10-20% ക്രാഷ് ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പം അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സൈക്കോളജി എന്താണ് പറയുന്നത്, TV-യിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസസ് വരുന്ന സമയത്താണ് മാർക്കറ്റ് ക്രാഷ് ആകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി പേടിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാനേ പറ്റാതെ വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് SIP എന്നുള്ളത്. അതായത് നമ്മുടെ ഇമോഷനും ഫിയറും ഒന്നും വരത്തില്ല SIP ആണെങ്കിൽ. അത് നോർമൽ ആയിട്ട് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിലൂടെ ആവറേജ് ചെയ്ത് പോകും. നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് SIP നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ബുൾ റണ്ണുകൾ മിസ് ആകാതിരിക്കും. അതാണ് SIPയുടെ ഏറ്റവും നല്ല ഒരു കാര്യം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ 2021 നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റാലി കിട്ടിയിരുന്നു. അപ്പം സ്റ്റാർട്ടിംഗ് ക്യാപിറ്റൽ ഒരു 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച രണ്ടാൾക്കാരുടെയും ആ ഒരു ഡിഫറൻസ് ആണ് ഇത് മനസ്സിലാകുന്നത്. അപ്പം അവിടെ ഒന്നാമത്തെ ആൾ അനന്യ എന്നുള്ള വ്യക്തി 5000 രൂപ മന്ത്ലി SIP ആണ് 2021 സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എന്താണ്, നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് റാലിയാണ് തന്നത്. നിഫ്റ്റി 23% അപ്രോക്സിമേറ്റ് ഒരു ഡിപ്പ് ഉണ്ടാക്കാതെ മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു 5000 രൂപ വെച്ച് മന്ത്ലി SIP 60,000 ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വന്നു. 65,500 എന്നുള്ള ആ ഒരു കറണ്ട് വാല്യൂയിലേക്ക് വന്നു ആ ഒരു റാലി കഴിഞ്ഞപ്പം. അതേ സമയത്ത് കരൺ എന്ത് ചെയ്തു, അവിടെ 60,000 രൂപ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാതെ അത് സേവിങ്സ് അക്കൗണ്ടിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പം ആ റാലിക്ക് ഇടയ്ക്ക് ഡിപ്പ് വരാത്തത് കൊണ്ട് തന്നെ കരണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അത് സേവിങ്സ് അക്കൗണ്ടിൽ കിടന്നതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ എത്രയാണ്, 62,400 എന്നുള്ള പ്രൈസിൽ നിന്നുപോയി. അപ്പൊ അതുകൊണ്ടാണ് മേജർ റാലികൾ നമുക്ക് മിസ്സാകും നമ്മൾ ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ഒരു 20 ഇയർ നിഫ്റ്റി ഡ്യൂറേഷനിൽ നമ്മളൊരു 2000 രൂപ പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന 5 വ്യക്തികളുടെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രിയ എന്നുള്ള വ്യക്തി, അയാള് ലക്കി വൺ ആണ്. അയാള് എല്ലാ ബോട്ടങ്ങളിലുമാണ് ഇൻവെസ്റ്റ് ചെയ്ത് പോയത്. ഓരോ മാസത്തെയും എമൗണ്ടുകൾ മാറ്റി വെച്ചു. അത് കറക്റ്റ് ബോട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ 2000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത 4.8 ലാക്ക് 37 ലക്ഷം രൂപയായി മാറി. കറക്റ്റ് എക്സാക്ട് ബോട്ടം നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് പോയതുകൊണ്ട് അയാൾക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടി, 37 ലക്ഷം. രണ്ടാമത്തത് അർജുൻ എന്നുള്ള ആളാണ്. അയാള് ലംസമായിട്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഏപ്രിൽ 1-ാം തീയതിയുമാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 1-ാം തീയതി ലംസമായിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് 28 ലക്ഷം രൂപ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിറ എന്ന് പറഞ്ഞ SIP ഇൻവെസ്റ്റർ, അത് ബോറിംഗ് മന്ത്ലി SIP, സാധാരണ റെഗുലർ SIP ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം നോർമൽ ആയിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ വെറുതെ SIP ചെയ്തയാൾക്കും 26 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു ഗ്രോത്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ രോഹിത് എന്ന് പറഞ്ഞ അൺലക്കി വൺ, അയാൾ എന്താ ചെയ്തിരിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്ത സമയത്തൊക്കെ പീക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതായത് പീക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത അൺലക്കി ആയിട്ട് പീക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എന്താണ് 19 ലക്ഷം രൂപ എന്നുള്ള ഗ്രോത്ത് കിട്ടി. അപ്പൊ അഞ്ചാമത്തെ ആളാണ് ലക്ഷ്മി, വെയിറ്റ് ആൻഡ് വാച്ച്. അതായത് SIP ചെയ്യാതെ വെയിറ്റ് ചെയ്തു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രാഷിന് വേണ്ടി. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത പെർഫെക്റ്റ് ക്രാഷിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 9 ലക്ഷം രൂപയാണ് ടോട്ടൽ ആയിട്ട് ഗെയിൻ ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഇതിന്റെ അകത്തൊരു ഡേറ്റ ചെക്ക് ചെയ്തിട്ട് എടുത്ത ഒരു
ഒരു ഓവറോൾ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാൽക്കുലേഷൻ കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, ഒന്നും ചെയ്യാതെ നോർമലായിട്ട് ബോറിംഗ് SIP ചെയ്ത ആൾക്ക് തന്നെ നമുക്ക് നല്ല റിട്ടേൺ, അതായത് ഏറ്റവും ടോപ്പിൽ വന്നില്ല എന്നാലും സെക്കൻഡ് റാങ്ക് എന്ന് പറയാം, സെക്കൻഡ് തേർഡ് ഈക്വൽ ആണ് 26 28. അപ്പം സെക്കൻഡ് റാങ്കിലേക്ക് വന്നു. എക്സാക്ട് ബോട്ടം പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ, അതായത് എല്ലാ തവണയും ബോട്ടം പിടിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായത്. പക്ഷെ എന്നാലും ഇവിടെ നോർമൽ റെഗുലർ SIP ചെയ്ത ആൾക്ക് നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ടൈം ആണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ എക്സാക്ട് ആയിട്ട് മാർക്കറ്റിന്റെ ടൈമിങ്ങിനേക്കാളും. അതായത് നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ 19 ലക്ഷം രൂപ പീക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് രോഹിത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലക്ഷ്മിക്ക് എന്താണ്, വെയിറ്റ് ചെയ്ത ആൾക്ക് വെറും 9 ലക്ഷം രൂപയുള്ളൂ. അപ്പം ഏറ്റവും മോശമായിട്ട് അൺലക്കി ആയിട്ട് ഹയസ്റ്റ് പീക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കും ഇത്രയും വലിയ റിട്ടേൺ ഉണ്ട്. വെയിറ്റ് ചെയ്ത ആൾക്ക് അതിന്റെ പകുതി പോലും റിട്ടേൺ ഇല്ല. ഇനി നമുക്ക് എക്സാക്ട് ആയിട്ട് ബോട്ടം പിടിക്കുക എന്നുള്ളത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എവറി ഇയർ പ്രിയ ചെയ്തതുപോലെ എക്സാക്ട് ആയിട്ട് ബോട്ടം പിടിക്കുക എന്നുള്ള അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള റിട്ടേൺ ഇമ്പോസിബിൾ ആണ്, അത് വളരെ ചാൻസ് കുറവാണ്. അപ്പം ഇതിനേക്കാളും കുറഞ്ഞ റിട്ടേൺ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പോസിബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും ബൈയിങ്, നമ്മൾ പേടിക്കും, ഇനിയും താഴോട്ട് പോകുന്ന പേടിക്കും, നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് ബൈ ചെയ്യാൻ പറ്റില്ല. മറിച്ച് നോർമൽ റെഗുലർ SIP ആണെങ്കിൽ എന്താണ്, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബൈ ചെയ്യാനുള്ള, ഓട്ടോമാറ്റിക് ആയിട്ട് ഇമോഷൻസ് മാറി നിന്ന് മന്ത്ലി SIP തന്നെയായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് ഓവറോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് വെയിറ്റ് ചെയ്യാതെ നമുക്ക് റെഗുലർ ആയിട്ട് SIP ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഗോൾഡൻ സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്, നമുക്ക് മന്ത്ലി SIP കൺസിസ്റ്റന്റ് ആയിട്ട് റൺ ചെയ്യുക. എപ്പോഴെങ്കിലും മാർക്കറ്റ് ഡിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മുടെ കുറച്ച് കൂടുതൽ എമൗണ്ട് ഇടാൻ നോക്കുക, എക്സ്ട്രാ എമൗണ്ട് ഇടാൻ നോക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അടിപൊളി റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമ്മൾ സമ്മറി ആയിട്ട് എടുക്കേണ്ടത്. ഗോൾഡൻ സ്ട്രാറ്റജി, ഗോൾഡൻ SIP സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ റെഗുലർ SIP ചെയ്യുക. എപ്പോഴെങ്കിലും മാർക്കറ്റ് ഡിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് 10, 15, 20% ഡിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അഡീഷണൽ SIP അല്ലെങ്കിൽ അഡീഷണൽ പറ്റുന്ന രീതിയിൽ ഒരു ബോണസ് ആയിട്ട് എമൗണ്ട് ഇടുക. അങ്ങനെ വരുന്ന സമയത്ത് ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാനിവിടെ നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് SIP ചെയ്യാതെ വെയിറ്റ് ചെയ്ത ആളാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റാലി വരുവാണ്. ഇത് കണ്ടോ, 18,000 എന്നുള്ള ലെവലിൽ നിന്ന് നേരിട്ട് പോയത് എവിടെ വരെയാണ്, 25,000 26,000 എന്നുള്ള ലെവലിലേക്കാണ് പോയത്. വെയിറ്റ് ചെയ്ത ആൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇല്ല, ഒരു ഡിപ്പുകളും കൊടുത്തില്ല, നേരിട്ട് മാർക്കറ്റ് റാലി തരുവാണ് ചെയ്തത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മാക്സിമം വ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ണ്ടോ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റാലി തരുന്ന സമയത്ത് ഡിപ്പുകളൊന്നും ക്രിയേറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റാലിയാണ് വരുന്നത്. ഇതുണ്ടോ, ഈ പോയ റാലി ഇതുണ്ടോ, കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് റാലി തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്ഥലത്തും കാണാൻ സാധിക്കുന്നു മാർക്കറ്റ് ഇതുണ്ട്, ഇവിടെ നിന്ന് ഒരു റാലി വന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ്, വലിയ ഡിപ്പുകളൊന്നും ഇല്ലാതെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോർമൽ SIP ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയ്ക്ക് തന്നെ നമുക്ക് നോർമൽ SIP ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഒരു ഹൈയിൽ നിന്ന് ഇപ്പൊ ഇവിടെ 18,000 വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എത്രയാണ്, 16,000 വന്നു, 15,000 വന്നു. അപ്പൊ ഇവിടെ ഒരു ഡിപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇങ്ങനെയുള്ള പോയിന്റുകളിൽ ഒരു അഡീഷണൽ SIP ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ഇവിടെ നോക്കുക, ഇങ്ങനെയുള്ള പോയിന്റുകളിൽ നമുക്ക് 19,800 20,000 എന്നുള്ള ലെവലിൽ നിന്ന് അത് നമുക്ക് 19,000 എന്നുള്ള ലെവലിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു അഡീഷണൽ SIP ചെയ്യാം. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ 26,000 എന്നുള്ള ലെവലിൽ നിന്ന് 22,000 വരുമ്പോഴത്തേക്കും നമുക്കൊരു അഡീഷണൽ SIP ചെയ്യാം. എക്സാക്ട് ആയിട്ട് ഈ ഒരു ബോട്ടത്തിൽ കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. പക്ഷേ എന്നാലും ഒരു 10-20% അല്ലെങ്കിൽ 15% ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ SIP ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി അടിപൊളിയാകും. ലോങ് ടൈമിൽ നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ അകത്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.